ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. നാളെ നല്ല അടിപൊളി എപ്പിസോഡ് ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ട്വിസ്റ്റ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. അങ്ങനെ ബൈജുവിനെ വട്ടം കറക്കി ബൈജുവിലൂടെ തന്നെ കിരണിനെയും കല്യാണിയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെഫി നോക്കുന്നത്. അങ്ങനെ സ്റ്റെഫി ബൈജുയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറും കേട്ടോ. സ്റ്റെഫി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിടാന്ന് പറയുമ്പോൾ ബൈജു തിരിച്ചു സ്റ്റെഫി എടുത്ത് പറഞ്ഞിട്ട് എനിക്കും സ്റ്റെഫിനെ ഒത്തിരി ഇഷ്ടമായെന്ന് പറയാണ്. തിരിച്ച് അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ബൈജു ഹാവു ഭാഗ്യം ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ഇറങ്ങുമ്പോ കിരൺ ചോദിക്കണ്ടേ, അല്ല ബൈജു നീ ഇത് എവിടേക്കാ ഈ രാത്രി പോയത്? ഞാൻ വെറുതെ പുറത്തൊക്കെ നടക്കാൻ പോയതാ, നിനക്ക് നേരത്തെ ഈ സ്വഭാവം ഉണ്ടായില്ലല്ലോ, പുറത്തുനിന്ന് ഈ സമയം നടക്കണത് നല്ലതല്ലട്ടോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാണ്. അപ്പൊ തന്നെ കിരൺ ചെറിയ സംശയമൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. ഈ ബൈജുക്ക് എന്ത് പറ്റി, പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് ബൈജു അകത്തേക്ക് പോയിക്കുമ്പോ കിരണും അകത്തേക്ക് പോകുന്നുണ്ട്. ശേഷം കിരൺ കല്യാണി അടുത്ത് കാര്യം പറയുന്നുണ്ട്, ഞാനിപ്പോ പുറത്ത് പോയപ്പോഴേക്കും ബൈജു അവിടെ ഉണ്ടായിരുന്നു. ബൈജു അത് ഈ സമയത്ത് പുറത്ത് അറിയില്ല, ഞാൻ ചോദിച്ചപ്പോ വെറുതെ പുറത്തു പോയെന്നൊക്കെയാ പറഞ്ഞത്. ബൈജുവിന്റെ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രായമൊക്കെ കഴിഞ്ഞു പോയി കല്യാണി. ഇനി ഇപ്പൊ ഈ സമയത്ത് കല്യാണം നോക്കിയില്ല എന്നാണെങ്കിൽ ബൈജുക്ക് ഇനി ഒരു കൂട്ട് കിട്ടാൻ പാടാണ് എന്ന് പറയാണ്. നിനക്ക് വല്ല ആൾക്കാരെയും പരിചയമുണ്ടോ? നിനക്ക് ഒരുപാട് പേരെ അറിയാലോ, ആ കൂട്ടത്തിൽ എങ്ങനെയും ബൈജുക്ക് പറ്റി ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കല്യാണി പറയുന്നുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിരണേട്ടാ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബൈജുവിന്റെ പ്രായവും പിന്നെ ബൈജുവിനെ അറിയാവുന്നവരൊക്കെ ബൈജു ആ ഒരു രീതിയിലാണെന്നല്ലേ കാണത്തുള്ളൂ. ബൈജുക്ക് ചെറിയൊരു ബുദ്ധി കുറവുണ്ടെന്ന് ഓൾറെഡി ഒരുപാട് പേര് പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പെണ്ണും കിട്ടാത്തത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബൈജു എത്രമാത്രം സ്മാർട്ട് ആണെന്നോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ കിരണേട്ടാ, പറ്റുമെങ്കിൽ ഇന്നോ നാളെയോടുകൂടി തന്നെ ബൈജുക്ക് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് കല്യാണി പറയുമ്പോൾ കിരൺ പറയേണ്ട, അതെ എത്രയും പെട്ടെന്ന് തന്നെ നീ കണ്ടുപിടിക്കണം, അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ഞാൻ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുക കല്യാണി. ശരി, ഞാൻ എന്താ നോക്കാമെന്ന് പറയുന്നുണ്ട് കല്യാണി. ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ബൈജുക്ക് പറ്റിയത് ആരായിരിക്കുമെന്നൊക്കെ ആലോചിക്കുകയാണ്. തിരിച്ച് റൂമിലേക്ക് എത്തിയ ബൈജു ആണെങ്കിൽ നമ്മുടെ മീനാക്ഷിനെ വിളിക്കുകയാണ്. അതായത് മീനാക്ഷി എന്ന് പറഞ്ഞാൽ സ്റ്റെഫിനെ വിളിക്കുകയാണ്. ഹലോ മീനു, ഞാൻ ഇവിടെ എത്തി കേട്ടോ. അതെയോ, ഞാൻ ഇവിടെ എത്തി. അല്ല നീ എവിടെ എത്തിയപ്പോഴും ആരെങ്കിലും നിന്നെ കണ്ടായിരുന്നോ? കണ്ടില്ല, അളിയൻ കണ്ടു. അളിയനോ? ഏത് അളിയൻ? ഞാൻ കണ്ടില്ലേ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സാർ ഞാൻ അളിയാന്നൊക്കെയാ വിളിക്കണത്. അങ്ങനെയല്ലേ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, വെറുതെ പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അളിയനത് തീരെ വിശ്വാസമായിട്ടില്ല. നീ എന്തിനാ കള്ളം പറഞ്ഞത്? പിന്നെ ഞാൻ എന്തു പറയണം, മീനുനെ കാണാൻ വന്നത് പറയണോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? അത് എന്നെ കാണാൻ വന്നത് പറയണ്ട, ഭാവിയില് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണാൻ വന്നത് പറഞ്ഞാൽ മതി. മീനു സീരിയസ് ആയിട്ടാണോ പറയണത്? നിനക്ക് എന്താ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? എന്നെ പോലത്തെ ഒരു പെൺകുട്ടി ഇതുപോലെ തമാശ പറയണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല, തമാശയായിട്ടൊന്നും തോന്നണമൊന്നുമില്ല, ഞാനിത് നിന്നോട് പറയാൻ നിൽക്കുമായിരുന്നു. മീനുക്ക് ചിലപ്പോ മനസ്സിലായി കാണായിരിക്കും എനിക്കും മീനുനെ ഭയങ്കര ഇഷ്ടമാണ്. മീനു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണെങ്കിലും ചോദിച്ചോടാ എന്ന് സ്റ്റെഫി പറയുമ്പോഴേക്കും ബൈജു ചോദിക്കുന്നുണ്ട്, അത് മീനു നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, വിരോധമില്ലെങ്കിൽ ഞാൻ അളിയനെയും അതുപോലെ തന്നെ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്റ്റെഫി പറയുന്നുണ്ട്, എന്റെ ബൈജു, ഞാനിത് നിന്റെ വായെന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇന്ന് ഫുള്ളും നീ ഇത് പറയുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ കൊള്ളാം. അപ്പൊ എന്റെ വായ തന്നെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലേ? പിന്നെ അല്ലാതെ ഈ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കേണ്ടത് ആണുങ്ങളല്ലേടാ. എങ്കിൽ നിനക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ പെണ്ണ് കാണാൻ വരാം. എന്തിനാ അടുത്ത ദിവസം ആക്കണത്? നമുക്ക് ഈ ഞായറാഴ്ച കാണാൻ വന്നാലോ? അല്ല, നിന്റെ പാരന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ? പാരന്റ്സിന്റെ അടുത്തൊക്കെ ഞാൻ കാര്യം പറഞ്ഞോളാം, അവര് പെട്ടെന്ന് ഞായറാഴ്ച വരില്ലായിരിക്കും. പക്ഷെ നിന്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. നീ അതിനൊക്കെ ഫോട്ടോ എടുത്തോ. പിന്നെ അല്ലാതെ അവർക്ക് ഇഷ്ടമായി, പിന്നെ എന്റെ ഇഷ്ടം തന്നെയാ അവരുടെ ഇഷ്ടം. ഞാൻ പെട്ടെന്ന് ഒരാൾക്ക് തല വെച്ച് കൊടുക്കില്ലെന്നും നല്ല ആലോചിച്ച് നടക്കി ഒരു തീരുമാനം എടുക്കണമെന്ന് എന്റെ പാരന്റ്സിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് ആദ്യം പെണ്ണ് കാണാൻ നടത്താം. എന്റെ അച്ഛനമ്മ തന്നെയാ പറഞ്ഞത്. പിന്നെ അടുത്ത ആഴ്ച അവര് വരുമ്പോ അവര് നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നോളും, നിന്റെ കിരൺ സാറിന്റെ വീട്ടിലേക്ക്. അങ്ങനെ ചെയ്യാല്ലേ എന്നാ. അപ്പൊ നീ എത്രയും പെട്ടെന്ന് കിരണിനോടും അതുപോലെ തന്നെ നിന്റെ കല്യാണത്തൊക്കെ പറഞ്ഞേക്ക്, പെണ്ണ് കാണാൻ വേണ്ടി ഇവിടെ വരുന്ന കാര്യം തീർച്ചയായിട്ടും ഞാൻ പറയാൻ സ്റ്റെഫി എന്നൊക്കെ പറഞ്ഞ് ഫോം വെക്കാട്ടെ ബൈജുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈശ്വര, അങ്ങനെ എന്റെ മീനു എന്റെ സ്വന്തമാകാൻ പോകുകയാണ്. എത്ര പെട്ടെന്നാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. മീനുനെ പരിചയപ്പെട്ടു, അങ്ങനെ അടുത്ത് ഫോം വിളിച്ചു. ഇപ്പൊ കല്യാണം, പെണ്ണ് കാണൽ വരെയായി, ഇനി അടുത്തത് കല്യാണം. എന്റെ മീനു എന്നൊക്കെ പറഞ്ഞ ബൈജു ഭയങ്കര സന്തോഷത്തിലാണ്. അതേസമയം സ്റ്റെഫി മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ അങ്ങനെ കിരണിന്റെയും കല്യാണിന്റെയും ആയുസ് എടുക്കാനായി ഒന്നില്ലെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് കൊല്ലാം, അല്ലെങ്കിൽ ഒരാളെ മാത്രമായിരിക്കും അടുത്ത ദിവസം കൊല്ലാൻ പറ്റുന്നത്. എന്തായാലും ഒരാളുടെ ജീവൻ മറ്റന്നാൾ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞ സ്റ്റെഫി സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. ഇത് എത്രയും പെട്ടെന്ന് കർത്തവ്യം ചെയ്തതിനു ശേഷം ഗംഗാപ്രസാദിനോട് ഈ സന്തോഷ വാർത്ത പോയി പറയണം എന്നൊക്കെ സ്റ്റെഫി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാട്ടോ. രാവിലെ തന്നെ നമ്മുടെ ദീപയും കല്യാണിയും ബൈജുവും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും കല്യാണിയും ബൈജുനോട് പറയുന്നുണ്ട്, ബൈജു ഞങ്ങൾ എപ്പോഴും ബൈജുനോട് ഒരു കാര്യം പറയാറുണ്ട്, ബൈജുയുടെ കല്യാണക്കാര്യം. അത് എപ്പോഴും പറയാറില്ലേ കല്യാണി എന്ന് പറയാണ്. അത് ഇപ്പൊ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ആ കാര്യം എടുത്തിരിക്കുകയാണ്. ബൈജുക്ക് പറ്റൊരു പെണ്ണ് എന്റെ കസ്റ്റഡിയിൽ ഉണ്ട് കേട്ടോ എന്ന് കല്യാണി പറയാണ്. അപ്പോഴേക്കും ദീപ പറയണ്ട, അതെ ഇന്ന് രാവിലെ ആ മോൾ എന്റെ അടുത്ത് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്. ഇന്നലെ രാത്രി ഫുള്ളും കിരൺ മോനും കല്യാണി ബൈജു കേട്ടില്ല പെണ്ണാലോചിക്കണ തിരക്കിലായിരുന്നു പറയുമ്പോ ബൈജുയുടെ മുഖമൊക്കെ ആകെ മാറും കേട്ടോ. എന്താ ബൈജു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോലെ? സാധാരണ ഈ കാര്യം പറയുമ്പോ ബൈജുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരാറുണ്ട്. ഇപ്പൊ എന്താ കല്യാണത്തിനോട് താല്പര്യമില്ലേ? കല്യാണത്തിനോട് താല്പര്യം കുറവൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി? ബൈജു ആകെ ഡസ്പായിട്ടിരിക്കണത്. ഞാൻ ആലോചിക്കുന്ന പെണ്ണെന്ന് വെച്ചാൽ നല്ല പെൺകുട്ടി ആയിരിക്കും ബൈജു. കല്യാണത്തിന് വിശ്വാസക്കുറവ് ഉണ്ടായിട്ടല്ല. പിന്നെ എന്താ ബൈജുയുടെ മുഖം ആകെ മാറിയിരിക്കണത്? എങ്കിലേ ബൈജുടത്തിന് ഒരു സന്തോഷ വാർത്ത പറയട്ടെ. എന്താ എന്ന് ബൈജു ചോദിക്കുമ്പോ കല്യാണി പറയുന്നുണ്ട്, അതെ ബൈജുന് വേണ്ടി ഞാനൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം ഉറപ്പിക്കുന്ന പാകത്തിലേക്കായിരിക്കുകയാണ്. ബൈജുവിനോട് പറഞ്ഞല്ലോ ഞാൻ കല്യാണം ഉറപ്പിക്കുന്ന ഏത് പെണ്ണെ വേണ്ടി കല്യാണം കഴിച്ചോളന്ന്. അപ്പൊ അതുകൊണ്ട് ആ ഉറപ്പിലായിട്ട് ഞാൻ കല്യാണം ഉറപ്പിച്ചത്. കല്യാണം ഉറപ്പിച്ചു കല്യാണി? പിന്നല്ലാതെ പെണ്ണിനെ ബൈജുക്ക് അറിയാവുന്ന പെണ്ണ് തന്നെയാ എന്ന് പറയാണ്. അപ്പൊ ദീപ പറയുന്നുണ്ട്, അതെ ബൈജു നിനക്ക് നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടിയാ, നല്ല പെൺകുട്ടിയാ, എനിക്കും ഭയങ്കര ഇഷ്ടം അവളെ, സത്യം പറഞ്ഞാൽ നല്ലൊരു പെൺകുട്ടിയാണെന്ന് പറയാണ്. അല്ല ആരാ പെൺകുട്ടി എന്ന് ബൈജു ചോദിക്കുമ്പോഴേക്കും കല്യാണി പറഞ്ഞിട്ട് നമുക്ക് ഈയിടെയായിട്ട് അറിയാവുന്നൊരു പെൺകുട്ടിയാ. സത്യം പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ചെറിയൊരു ട്രാജഡി നടന്നിട്ടുണ്ട്. 2ാം ഘട്ടമാണ് അവളുടെ. അപ്പോഴേക്കും ബൈജുയുടെ മുഖം ഒന്ന് മാറും കേട്ടോ. കല്യാണി പറഞ്ഞ, അയ്യോ ബൈജു തെറ്റിദ്ധരിക്കല്ലേ, 2ാം ഘട്ടം തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ ബൈജു അവൾക്കൊരു ജീവിതം കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് അത് സന്തോഷമായിരിക്കും. അവൾ ഭർത്താവിന്റെ കൂടെ വെറും 2 മാസമേ ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. ഈ ഒരു വർഷം ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അവളിപ്പോ കല്യാണത്തിന് സമ്മതിച്ചത്. ബൈജുയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് താല്പര്യമുണ്ട്. അവൾക്ക് ഞങ്ങള് പറയുന്നത് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ പറഞ്ഞ. പിന്നെ ബൈജുയുടെ ഫോട്ടോ കാണിച്ചപ്പോ അവൾക്കും കുഴപ്പമൊന്നുമില്ല. അവളുടെ അച്ഛനും അമ്മക്കൊക്കെ ഇഷ്ടമായി. അവളുടെ ചേച്ചി നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോ ബൈജുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതാരാ എന്ന് കല്യാണി ചോദിക്കുമ്പോ ദീപ് പറയണ്ടേ, എന്റെ ബൈജു നിനക്ക് ഇതുവരെ മനസ്സിലായില്ല അതാരാണെന്ന്? നമ്മുടെ മേഘ്നയുടെ അനിയത്തി എന്ന് പറയാണ്. മേഘ്നയുടെ അനിയത്തിയോ? നിഷ എന്ന് പറയാണ്. നിഷയോ? അതെ അത് നമ്മുടെ മനോഹറിന്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട് ബൈജു പറയുമ്പോ, അതെ മനോഹർ ജീവിതം തൊലച്ചിട്ട് അവൾക്ക് ജീവിതമില്ലാതെ കളയാൻ പറ്റില്ലല്ലോ. മനോഹറിനെ കുറിച്ചും നിഷയെ കുറിച്ചൊക്കെ നന്നായിട്ട് ബൈജുക്ക് അറിയാലോ. മനോഹർ വളരെ 2 മാസം മാത്രമേ അവളുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. അതും 1-2 ദിവസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് അവൻ ഗൾഫിലാണെന്നും അവിടെയാണെന്നും ഇവിടെ പറഞ്ഞ് കറങ്ങി നടക്കുമായിരുന്നില്ലേ. അവൾക്ക് മാമന്റെ മക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് അതിലൊന്നും താല്പര്യമില്ല. പിന്നെ ബൈജുയുടെ കാര്യം പറഞ്ഞപ്പോ എന്തോ പുള്ളിക്കാരത്തേക്ക് ഒരു താല്പര്യമായി. അത് കേട്ടപ്പോ ഞങ്ങൾക്കും സന്തോഷമായി, കിരണേട്ടനും സന്തോഷമായി. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പെണ്ണാണല്ലോ. ഇപ്പൊ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട്. പിന്നെ മേഘ്നേനെ നിനക്ക് അറിയാലോ, കമ്പനിയിൽ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കുട്ടിയാ. നിഷ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അത് മാത്രല്ല നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് എന്ന് പറയാണ്. കുറച്ച് പ്രായക്കുറവുണ്ടെങ്കിലും അവൾക്ക് നല്ല പക്വത ഉണ്ടെന്നൊക്കെ പറയുമ്പോ ബൈജു കല്യാണിയുടെ മുഖത്ത് നോക്കി പറയാണ്, സോറി കല്യാണി എനിക്ക് നിഷേനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കല്യാണിയുടെ മുഖം ആകെ മാറുവാട്ടോ. എന്താ ബൈജു ഇപ്പൊ ഇങ്ങനെ പറയണത്? അത് കല്യാണി സത്യം പറയല്ലോ എനിക്ക് വേറൊരാൾ ഇഷ്ടമാണെന്നോ? അതെ. എന്നിട്ട് ബൈജു അത് നേരത്തെ പറയാത്തത്? അത് ഇന്നലെയാ ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞത്. അതാരാ പെൺകുട്ടി? മീനാക്ഷി എന്ന പേര്. മീനാക്ഷിയോ? അതെ മീനു എന്ന് വിളിക്കും എന്ന് പറയാണ്. കല്യാണിക്ക് ആകെ പഠിച്ചൊരു വിഷമമൊക്കെ ആവും കേട്ടോ. കാരണം നിശ്ചയമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്റ്റെഫി നമ്മുടെ ബൈജുവിനെ തേച്ചിട്ട് പോയാലും ആ സെക്കൻഡ് നമ്മുടെ നിഷ ഏറ്റെടുക്കും. അതോടുകൂടി തന്നെ നിഷയുടെയും ബൈജുയുടെ വിവാഹം കഴിയും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പ്രൊമോ ഇത്രയും കാണിച്ചുള്ളൂ. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.